സ്ഥലത്തേക്കാൾ ഉപരി നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന്റെ അവസ്ഥയാണ്. അതാണ് ആ കള്ളന് ഇല്ലാണ്ട് കിടക്കണേ. മരത്തിൽ കിടന്നിട്ട് കൈകള് കാലുകൾ തറക്കപ്പെട്ട് കിടന്നിട്ട് പെടക്കണ സമയത്ത് എന്നെ ഒന്ന് ഓർക്കൂ. യേശുവിന്റെ ഒരൊറ്റ വാക്ക്, ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ മതി, എന്റെ ആത്മാവ് സൗഖ്യം പ്രാപിക്കും. ശരിയല്ലേ? യേശു ഒരു നോട്ടം നോക്കി, മകനെ, ഓ ആ വിളിയൊക്കെ എവിടെ ചെന്ന് കൊണ്ടുണ്ടാവും. താഴെ നിൽക്കണ ആൾക്കാരുണ്ടല്ല, അവനെ തുപ്പുക, കല്ലെടുത്തെറിയ, കുന്തം കൊണ്ട് കുത്തുക, മരിക്കാണ്ട് കിടക്കുമ്പോ മുട്ടിന് താഴെ എല്ലുകൊണ്ട് അടിച്ച് എല്ലു ഒട്ടിക്കുക, കാല് ഒട്ടിക്കാൻ തയ്യാറായി നിൽക്കണ്. അങ്ങനെ കിടന്ന് വേദനിക്കുന്ന സമയത്ത് യേശുവിന്റെ ഒരു വാചകം, നീ എന്റെ കൂടെയാണ്. മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൂടെയുണ്ടാകുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം. അമ്മയുടെ കൂടെ കിടക്കുന്ന മകൾക്ക്, മകന് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭൂതി പകരാൻ സാധിക്കണം. ഭൗതികമായ സുഖവും സൗകര്യവുമല്ല, അത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ഒരു ദൈവീക സന്തോഷം അതുണ്ടായാൽ നിങ്ങളുടെ കുടുംബത്തിൽ ആത്മഹത്യകൾ നടക്കും. നിങ്ങളുടെ ചേട്ടനെ ജീവനോടെ കുഴിച്ചു മൂടില്ല, ഭർത്താവിന് സൈനൈഡ് കലക്കി കൊടുക്കില്ല, ഭാര്യയെ കൊല്ലാൻ മൂർഖം പാമ്പിനെ കൊണ്ടുവരില്ല. പ്രിയമുള്ളവരെ, സത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയും, പള്ളിയിലൊക്കെ വന്നിരുന്ന് നിങ്ങളെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോണില്ലേ? പോണ സമയത്ത് നമുക്ക് എന്നൊരു തോന്നണ പറഞ്ഞിട്ടൊന്നും കാര്യം. നമ്മുടെ അവസ്ഥ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾക്കെന്തോരം ആത്മസംതൃപ്തി, സന്തോഷം. തമ്പുരാൻ ആഗ്രഹിക്കുന്നതെന്നറിയൂ, എളിമപ്പെടണം. എളിമപ്പെടണം പ്രിയമുള്ള. ഞാനാണ് 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 എന്നുള്ള വിചാരം ഉണ്ടല്ലോ, അത് കളയണം. എല്ലാവരെയും സമഭാവനയോടുകൂടെ കാണണം. ഭാര്യ ചെറുതല്ല, ഭർത്താവ് വലുതല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഗൾഫിൽ നിന്ന് മറ്റു എൻ്റെ നമ്പർ പുറകെ പോയതുകൊണ്ട് ആൾക്കാർ ഓരോ കാര്യങ്ങൾക്കായിട്ട് വിളിക്കും. പറഞ്ഞു, എൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവിനെ കൊണ്ട് തോറ്റു, എന്നെ തല്ലാണ്, എന്നെ ദ്രോഹിക്കണച്ചാ, ശാരീരികമായിട്ട് പോലും കുട്ടിച്ച് വന്നിട്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ സഹോദരി. അവസാനം ഞാൻ എൻ്റെ ഭർത്താവിന്റെ അപ്പനെ വിളിച്ച് പറഞ്ഞു, അച്ഛോ എന്ത്, നിങ്ങളുടെ മോനെ എന്തിനെന്നെ തല്ലണേ, സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ അമ്മാനപ്പൻ ആശ്വസിപ്പിച്ചു ഇവളോട് പറഞ്ഞു, ഭർത്താവായാൽ തല്ലും ചവിട്ടും, അതൊക്കെ ഭർത്താവിന്റെ അവകാശമാണ്, പരാതി പറഞ്ഞു തരണം. അമ്മാനപ്പന്റെ ശേഷം അമ്മാനപ്പന്റെ സുവിശേഷൻ ഈ പറഞ്ഞു, ഭർത്താവായാൽ തല്ലും ചവിട്ടും, അങ്ങളെ സഹിച്ചോളാൻ. തമ്പുരാന്റെ സന്നദ്ധിയിൽ പെണ്ണുമില്ല ആണുമില്ല, അവിടെ എല്ലാം തൻ്റെ സ്വന്തം മക്കളാണ്. ഈ വികാരങ്ങളാണ് ക്രിസ്തു കൊണ്ടുവന്ന് നമുക്ക് തന്നു. ആ സ്പിരിറ്റാണ് ഈ പള്ളിയിൽ വന്ന് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആവഹിച്ച് കയറേണ്ടത്. നമ്മൾ കുറച്ച് നാളെ ഈ ലോകത്തുള്ളോ, ഈ ലോകത്ത് നിന്ന് പോകുമ്പോ നിങ്ങൾ ആരും ഓർക്കില്ല. 100 വർഷം മുമ്പ് ഈ നാട്ടിലുണ്ടായിരുന്ന ആരെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. 100 വർഷം കഴിഞ്ഞാൽ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ, അനിസ്പ്രേ. അതുപോലെ നിങ്ങളുടെ സ്മരണ പോലും ഈ ലോകത്തുനിന്ന് പോകും. നിങ്ങൾ പറയൂ, 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആര് നിങ്ങൾ ഓർക്കുന്നുണ്ട്? ഇല്ല. തമ്പുരാന്റെ ഹൃദയത്തിലാണ്. നിന്റെ പേര് എന്റെ ഉള്ളം കൈയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിന്റെ ഭർത്താവിന്റെ ഹൃദയത്തിലല്ല, നിന്റെ ഭാര്യയുടെ ഹൃദയത്തിലല്ല നിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ ഉള്ളം കൈയിലാണ് നിന്റെ പേര് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെറുതെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു ബോധ്യവും വിശ്വാസം എന്റെ പ്രിയമുള്ള മാതാപിതാക്കളെ നിങ്ങൾ ഉണ്ടാകട്ടെ. മനുഷ്യനിൽ ആശ്രയിക്കരുത്, നീ ദൈവത്തിൽ ആശ്രയിക്കുക. ആത്മാവേ, നീ എന്തിനിങ്ങനെ വിഷാദിച്ചുഴലുന്നു? നിനക്ക് പറ്റിയ തെറ്റ്, നീ മനുഷ്യനിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്, നിന്റെ ഭർത്താവില്, കർത്താവിലല്ല. നിന്റെ ഭാര്യയിലാണ്, നിന്റെ സ്വത്തിലാണ്, നിന്റെ മക്കളിലാണ്, നിന്റെ കഴിവിലാണ്, നിന്റെ സൗന്ദര്യത്തിലാണ്,
നീ ആശ്രയം വെച്ചിരിക്കുന്നത് അതെല്ലാം മായയാണെന്ന് സോളമൻ പറഞ്ഞത് ഓർക്കണം. മാഞ്ഞു പോകാത്തൊന്നുണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിനോടുള്ള സ്നേഹം. അത് ക്രിസ്തുവിന് മാത്രമേ അളക്കാൻ പറ്റുള്ളൂ. അതാണ് പത്രോസിന്റെ ഹൃദയത്തിലെ സ്നേഹം. യേശു ക്രിസ്തു അളന്നിട്ട് പറഞ്ഞത്, നാട്ടുകാരൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ പത്രോസേ, അല്ല എന്നാലും ഞാനത് 3 പ്രാവശ്യം ഇങ്ങനെ, ഇതൊക്കെ എനിക്കറിയാടാ, എനിക്കറിയാം. അല്ല, ഞാൻ ഗെത്സമൻ തോട്ടത്തിൽ കൂർക്കം വലിച്ചുറങ്ങി, എനിക്കതും അറിയാം. അല്ല, നമ്മുടെ പട്ടാളക്കാരന്റെ ചെവി ഞാനാണ് ചെത്തിയത്, അതൊക്കെ എനിക്കറിയാം. നീ മിണ്ടണ്ടെന്നേ, എനിക്കിതൊക്കെ അറിയാം. പക്ഷെ നിന്റെ മനസ്സ്, ഞാൻ പറഞ്ഞില്ലേ MP കുറിച്ച് പറഞ്ഞപ്പോ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതം സ്വർഗമാണ്. നമ്മൾ അറിയുന്നവരല്ല, നമ്മൾ അറിയുന്ന കുറെ മനുഷ്യരുണ്ടാകും പ്രിയമുള്ളവരെ. ഇന്നറിയുന്നവർ നാളെ നമ്മൾ അറിയില്ല എന്ന് പറയും. പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്ന, അത് നിന്റെ ഭാര്യയ്ക്ക് നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കാം എന്ന് നീ വാശി പിടിക്കരുത്. മനസ്സിലാക്കാൻ പറ്റില്ല. നിന്റെ ഭാര്യയെ ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് കരുതണ്ട. ഒരു ക്യാൻസർ ബാധിച്ച ഒരു സഹോദരി ആശുപത്രി കിടന്ന് ചികിത്സ കുറെ കഴിഞ്ഞ് കീമൊക്കെ കഴിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നുമില്ല, കൊണ്ടക്കോ, ഒരു മരുന്നുള്ളോ. അപ്പൊ ആ ഭർത്താവ് പറഞ്ഞു, ആ മരുന്ന് ഇങ്ങോട്ടായോ, ആ മരുന്ന് എന്റെ കയ്യിലില്ല, അത് എന്റെ കയ്യിലുള്ളോ. എന്റെ കയ്യിലോ? എന്ത്? തന്റെ സ്നേഹം, അല്ലാണ്ട് ഒരു മരുന്നില്ല, കൊണ്ടക്കോളം പറഞ്ഞു. അങ്ങനെ ഭാര്യനെ കൊണ്ട് അയാൾ കിടന്ന് കിടപ്പാണ്, മലമൂത്രമൊക്കെ എടുക്കണം. കുടുംബത്തിലെ കഥകളെ പറയണ ഒക്കെ അയാൾ തന്നെ ചെയ്യണം. മക്കളൊക്കെ കെട്ടിച്ചു വിട്ടാ പിന്നെ നിങ്ങൾ രണ്ടുപേരും തനിച്ചല്ലിരിക്കുള്ളോ, അല്ലാണ്ട് വേറെ ആരാളെ? മക്കളൊക്കെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോണ്ടില്ല ഭാര്യയും ഭർത്താവും ചുക്കും ഇരിക്കണ ചൂലാപ്പം, അല്ലാണ്ട് പിന്നെ എവിടെ ഇരിക്കുക? വേറെ പണിയൊന്നും ഇല്ല. പിള്ളേരൊക്കെ കെട്ടിച്ചു വിട്ടു, ഇരിക്കുക. പിന്നെ പള്ളിയിലേക്ക് നേരത്തെ വരും. എന്താ? വേറെ പണിയൊന്നും. ഈ പ്രായമായ ആൾക്കാരുടെ ഏറ്റവും ആദ്യം പള്ളിയിലേക്ക് വരിക. കാരണം വെച്ചാല് മക്കളെ കെട്ടിച്ചു വിട്ടു. ചിലവർക്ക് ഉറക്കമില്ലാത്ത കാരണം ഏറ്റവും നേരത്തെ വരും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇതൊക്കെ കർത്താവ് അറിയണുണ്ട്. നീയേ ഒരു ചേട്ടൻ ആദ്യം കപ്പ്യാർ പറയുന്നതിന് മുമ്പ് വരും, 78 വയസ്സാട്ടാ. ഞാൻ പറഞ്ഞു, ചേട്ടന്റെ ഭയങ്കരമായിട്ട്, ചേട്ടന് ഈ 18 വയസ്സിൽ എങ്ങനെയാ പള്ളി വരുമായിരുന്നു? ചോദിക്കല്ല 18 വയസ്സിലൊന്നുമില്ലേ, 28 വയസ്സിലില്ലേ, 38 വയസ്സിലില്ല, 48-ലില്ല, 58-ലില്ല, 68-ലില്ല, 72 അതെന്താ കാരണം? എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. ഏതോ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. മനസ്സിലായ? എന്ത് ഇത് മുമ്പ് തോന്നാഞ്ഞേ? അതറിയില്ല. എത്ര കൺവെൻഷൻ നടന്നു, ആ ഡേവിഡ് സർബരച്ചൻ വന്നിട്ട് പറഞ്ഞിട്ടു നീ കേട്ടില്ലല്ലോ? ഇല്ല. ഇപ്പോഴോ? എനിക്ക് തോന്നുന്നുണ്ട് സത്യത. മനുഷ്യനുണ്ടല്ലോ, മരിക്കും എന്നുള്ള ചിന്ത ഇല്ലാത്തതാണ് എല്ലാത്തിന്റെയും കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. നമ്മുടെ വിചാരം എന്താന്ന് വെച്ചാലാ, ഒരു അമ്മാമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ കൊച്ചുമോൻ വന്നിട്ട്, എന്താ അമ്മമ്മേ? അപ്പൊ അമ്മാമ്മ മുറുക്കണ അമ്മമ്മയാ. അപ്പോ മനസ്സിലായി മാമയ്ക്ക് മുറുക്കാൻ കിട്ടാട്ടാണ്. മുറുക്കാനൊക്കെ എടുത്തുകൊണ്ട് അപ്പോഴമ്മ ഇങ്ങനെ ഇരിക്കുക, അയ്യോ പല്ലില്ലല്ലോ, ഇടിച്ചു കൊടുക്കണല്ലോ. ഇടിച്ച് ചതച്ച് പച്ച ഒരലിട്ട് ഇടിച്ച് ചതച്ചിട്ട് അമ്മാമ്മ കഴിക്കും. അപ്പൊ അമ്മാമ്മ ഇങ്ങനെ കഴിക്കമ്മ, എന്ത് ഇത്ര സങ്കടം? അല്ലടാ, നീ ഇത് തന്നല്ലേ എനിക്ക് സന്തോഷമുള്ളൂ. എനിക്ക് മുറുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നീ തന്നു, പിന്നെ നിനക്കറിയണേ നിന്റെ കാലശേഷം എനിക്ക് ആരാണിത് തരാന്ന് ആലോചിക്കുമ്പോ കരച്ചിൽ വരുന്നു മോനെ. അമ്മാമയ്ക്കേ എന്റെ കാലശേഷം ചില ആൾക്കാരുടെയൊക്കെ ജീവിതം കണ്ടാലേ ഇവനൊന്നിപ്പം മരിച്ചു പോകാന്ന്, ഈ ലോകത്തുനിന്ന് പോകാനായിട്ട് എപ്പ പാസ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഇരിക്കുന്നതിൽ ചിലരുടെയൊക്കെ പാസ്പോർട്ട് കിട്ടിയിട്ട് എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടാ. ഫ്ലൈറ്റ് വന്നിട്ടില്ല, ഡിലേ ആണ്. അത് കാരണം നമ്മളിങ്ങനെ ഇരിക്കുക. എൻ്റെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഫ്ലൈറ്റ് അരമണിക്കൂർ ഡിലേ ആണ്. ഓക്കെ, അതുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഇവിടെ ഇരിക്കണവര്. ഫ്ലൈറ്റിലൊക്കെ പോകേണ്ട സമയമായി, ഫ്ലൈറ്റ് ഡിലേ ആണ്, അതുകൊണ്ട് ഇരിക്കുക. സത്യല്ലേ? അതുകൊണ്ട് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം കഴിഞ്ഞ് യാത്രയാകണമെന്ന് കരുതിയിട്ട് ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്ക് ക്രിസ്തുവിന്റെ സ്നേഹം കൊടുത്ത് ജീവിക്കൂ സഹോദര. നിന്നെ ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരും ദ്രോഹിക്കുന്നവരും ഇഷ്ടപ്രകാരം ഇന്ന് എല്ലാവരുടെ കയ്യിലും എന്തുട്ടാ കയ്യിലിരിക്കണം എന്നറിയാം. എല്ലാവരുടെ കയ്യിലും
ഒട്ടുമുക്കാൽ ആൾക്കാരുടെ കയ്യിലും അയൺ ബോക്സ് ആണ്. ഈ അയൺ ബോക്സ് ആരാണോ കണ്ടു, എല്ലാവരുടെ കയ്യിലും അയൺ ബോക്സ് ആണ്. മനസ്സിലായില്ലല്ലേ? അതുകൊണ്ട് അയൺ ചെയ്തിട്ടാണ് എല്ലാവരും പോണത്. എല്ലാവരും അയൺ. നിങ്ങൾ ആലോചിച്ചത്, കൂട്ടുകൂടി ഒരുമിച്ച് കച്ചവടം തുടങ്ങി, അപ്പ തേച്ചു. അയൺ ബോക്സ് ഉണ്ടല്ലോ. ഞാനിത് എന്താ പറയാൻ കാരണം, ഞാനിപ്പോൾ അടുത്ത് പൂരത്തിന് നമ്മൾ 30,000 ഇഡ്ഡലിയാണ് പൂരത്തിന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ. ഞാൻ നാളെ ചെന്നാൽ അതിൻ്റെ പണിയാണ്. 30,000 ഇഡ്ഡലിയെ കൊടുക്കണം. വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ അതിൻ്റെ സന്തോഷം ഉള്ളിലുണ്ട്. 30,000 ഇഡ്ഡലി അത് ഉണ്ടാക്കാനാ പോണേ. അതെങ്ങനെയാണ് ചെന്ന് പെട്ടെന്നറിയാം. ഞാൻ ഈ ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ സൈഡ് തന്നിട്ട് ഒരാൾ, ആളുടെ ഭാര്യ ഒരു ഹൈന്ദവ കുടുംബമാണ്. ഈ ഇഡ്ഡലി, കൊള്ളി വറുത്തത്, കായ വറുത്തതൊക്കെ വിൽക്കണതാണ്. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടന് പറ്റിയ? അത് വലിയൊരു കച്ചവടമായിരുന്നു. എൻ്റെ കൂട്ടുകാരനും കൂടെ ഈ കായ വറുത്തത്, കൊള്ളി വറുത്തത്, ഇഡ്ഡലി, വട്ടയപ്പം ഉണ്ടാക്കിയൊക്കെ കച്ചവടം നടന്നു. നല്ല രീതിയിൽ പോകും. കൂട്ടുകാരനുണ്ടല്ല, അവൻ്റെ കയ്യിൽ അയൺ ബോക്സ് ഉണ്ടായിരുന്നു. എല്ലാ കസ്റ്റമേഴ്സിനെയും വിളിച്ച്, ഞാൻ ഈ ഒരു കട തുടങ്ങുകയാണ്, ആ കസ്റ്റമേഴ്സ് അവൻ അങ്കട വിളിച്ചു. അയൺ ബോക്സ് മനുഷ്യനത് താങ്ങാൻ പറ്റി. ഒരു അറ്റാക്ക് സൈഡാ പോയി. തേച്ചോൻ നല്ല കച്ചവടത്തിലാ. ഇയാളൊരു തെറ്റ് ചെയ്തിട്ടില്ലേ, പക്ഷെ ഇയാൾക്കത് സഹിക്കാൻ പറ്റി. സൈഡ് തളർന്നു. അയാളോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, 10,000 ഇഡ്ഡലി താനുണ്ടാക്കി കാശ് ഞാൻ തരും. പ്രിയ സഹോദരങ്ങൾ, എന്തിനു വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും നമുക്ക് അർഹതപ്പെടാത്തത് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാൽ അർഹതപ്പെട്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് പോകും, ഉറപ്പാ. ചിലപ്പോ ഭാര്യയും ചിലപ്പോ മക്കളാവും പോവുക, അർഹതപ്പെട്ടതാണല്ലോ. അന്യന്റെ മുതൽ അർഹതപ്പെടാത്തത് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് അർഹതപ്പെട്ടത് ഇവിടെ കയ്യിൽ. അപ്പൊ കരഞ്ഞിട്ടൊന്നും കാര്യം, ഇവിടെ കയ്യിൽ നിന്ന് പോയി. എന്താ കാരണം? എൻ്റേതല്ലാത്ത എനിക്ക് വേണം. ഞാനിത് പറയണത് ഒരാഴ്ച മുമ്പുണ്ടല്ലോ, ഞാൻ ക്ലോത്ത് ബാങ്കുകൾ തുടങ്ങിയിട്ടുണ്ട്. പഴയ വസ്ത്രങ്ങൾ തരിക, ആ വസ്ത്രങ്ങൾ 50 രൂപയ്ക്ക് വിറ്റിട്ട് ആ കാശ് കൊണ്ട് ഈ അഗ്നി മന്ദിരങ്ങളിലെ ആൾക്കാർക്ക് ഭക്ഷണം വെക്കാൻ 9 ക്ലോത്ത് ബാങ്കുകൾ ഉണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലുണ്ട് ഒരെണ്ണം. 2 ആഴ്ച മുമ്പ് എൻ്റെ ഇടവകയിലൊരു ക്ലോത്ത് ബാങ്ക്, ധാരാളം പേര് വസ്ത്രങ്ങള് കാത്ത, എന്തോരം വസ്ത്രം വീട്ടിലിരിക്കണമെന്നറിയാ. അത് കുറെ നശിച്ചു പോവാണ്. 2 ആഴ്ച മുമ്പ് എൻ്റെ ആ ക്ലോത്ത് ബാങ്കിന്റെ ഒരു ചേച്ചി വന്ന് അവിടുന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തു കൊണ്ടുപോവാം. 1000 ഉണ്ടായാലും ഒരു കൊട്ട ഡ്രസ്സ് കൊണ്ടുപോവാം. ഡ്രസ്സ് വാങ്ങിച്ച് പോയിട്ട് ഏ ദിവസം ആ സഹോദരി തിരിച്ചു വന്നു. എന്താ കാര്യം എന്നറിയും? ആ സഹോദരി എടുത്ത ഡ്രസ്സുകളിലെ ഒരു പാൻസിന്റെ പോക്കറ്റില് 7,000 രൂപ. നമ്മൾ ഉടുത്ത ഡ്രസ്സാണ് നമ്മൾ ദാനം ചെയ്യണത്. ഇയാളുടെ പോക്കറ്റിൽ 7,000 രൂപയുണ്ട്. അയാൾ അറിഞ്ഞിട്ടില്ലേ ഡ്രസ് പാൻസ് ഊരി തന്നപ്പോ ഈ കാശും ആ ചേട് ക്ലോത്ത് ബാങ്കിൽ പാൻസിന്റെ പോക്കറ്റ്. മൈക്ക ടെസ്റ്റ് ചെയ്തതല്ല, മനസ്സിലായ? ഇതാണ് ക്രിസ്തുവിന്റെ ആത്മ. ഉണ്ടാകുമോ പ്രിയമുള്ളവരെ? നമ്മുടെ കുടുംബത്തിൽ അപ്പന്റെ സ്വത്തും അമ്മയുടെ സ്വത്തും ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള സ്വത്തും എന്തിനൊക്കെ കൂടി കാട്ടിക്കൂട്ടിയിട്ട് കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോവാണ്. നോക്കിക്കോ നിങ്ങൾ. അന്യായമായതും നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം പോകുന്നതിന്റെ വഴി മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു. കാരണം ഔസപിതാവും മറിയവും എന്തെല്ലാം സുഖ സൗകര്യങ്ങളോടെ ഈ ലോകത്ത് ജീവിക്കാം. കാരണം എന്താ? യേശു ക്രിസ്തുവല്ലേ മകൻ. മാതാവിന് അത്ര ബുദ്ധിയില്ല. എനിക്കത്ര ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, മോനെ യേശുവേ, നിന്റെ അപ്പനമ്മയ്ക്കൊന്ന് സന്തോഷമായിട്ട് കഴിയണം. കാലിത്തൊഴുത്തിലാണ് നിന്നെ പ്രസവിച്ചത്. ഒരു നല്ലൊരു കൊട്ടാരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞേ. ഒരു കൊട്ടാരം ഉണ്ടാവട്ടെ. നന്നായി, കൺഗ്രാജുലേഷൻ, താങ്ക് യു. നമുക്ക് ഈ 5 5,000 ആക്കിയത് കേട്ടല്ലോ. 5 കശക്കണ ആൾക്കാരെ കണ്ടപ്പോ ഓക്കെ.
നീ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കച്ചവടം തുടങ്ങാം. എന്ത്? അപ്പം സൂപ്പർ മാർക്കറ്റ്. നിനക്ക് 5 അപ്പം ഉണ്ടാക്കാൻ വേറെ വിഷമൊന്നും വേണ്ടല്ല. 5 അപ്പം ഞാൻ തരാം, നീ ഒരു 10,000 അപ്പാക്കിയിട്ട് വർദ്ധിപ്പിക്കും. എന്നിട്ട് നമുക്ക് കച്ചവടം നടത്തിയിട്ട് അമ്മയ്ക്കും അപ്പനും സന്തോഷമായിട്ട് അങ്ങോട്ട് കഴിയാം. ഈ മാതാപിതാക്കൾ പരിശുദ്ധ മറിയുണ്ടല്ലോ, നിക്ഷേപം മുഴുവൻ ഉണ്ടാക്കി. ഈ ലോകത്തിൽ കുറെ നിക്ഷേപം ഉണ്ടാക്കണ കുറെ മനുഷ്യരുണ്ട്. അവസാനം അവര് മരിച്ചു പോകുമ്പോണ്ടല്ല, എനിക്ക് വലിയ സങ്കടം തോന്നാറുണ്ട്. അവിടെ പിന്നെ ലോനപ്പേട്ട കിടക്കണ കിടപ്പാണ്. ലോനപ്പേട്ട ഇതൊക്കെ ഇവിടെ ഇട്ട് പോകുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റണത് എങ്ങനെയാ? കാരണം 100-100 ഏക്കർ സ്ഥലവും ആ കട ഈ കട ആ സ്വത്ത് ഇതൊക്കെ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് തന്നെ വരില്ലേ? ലോനപ്പെട്ട് കിടക്കണ കിടപ്പ് കണ്ട. ഭാര്യ കൂടെ വരുമോ? മക്കള് വരുമോ? ആരാ വരിക? കൂട്ടുകാര് വരുമോ? പിന്നെ ലോനപ്പേട്ടന്റെ കൂടെ ഞാൻ എന്തിനാ പോണേ? ഒരു കല്ലറപ്പന് പണിതിട്ടുണ്ട്, അതിലേക്കാ പൊക്കോ. ആരും വരില്ലേ? കൊണ്ടുപോകാൻ പറ്റാവുന്ന സാധനം എന്താണെന്നറിയാം. അത് അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. ആള് മരിച്ചിട്ട് ബോഡി സെറ്റ് ചെയ്യണ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നേഴ്സ വന്നു, എല്ലാവരും ഒന്ന് പുറത്ത് കിടക്ക്, പിന്നെ ബോഡി സെറ്റ് ചെയ്യാനാണ്. അങ്ങനെ കാര്യം ഉണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ബോഡി സെറ്റ് ചെയ്യുന്ന പറയണേ. ഞാനപ്പോ അവിടെ നിൽക്കണ നേഴ്സ വന്നിട്ടുണ്ടല്ല, ഈ ആളൊക്കെ അങ്ങോട്ട് തുടക്കൽ പിടിക്കലൊക്കെ കഴിഞ്ഞു. 2 റോള് പഞ്ഞി അങ്ങടെ അടുത്ത് കത്തറുകൊണ്ട് ഒരൊട്ട കുത്തണം, ഇങ്ങടെ വലിച്ചു പഞ്ഞി. അത് ഈ മൂക്കിലേക്കുണ്ടല്ല, റോള്. ഞാൻ അല്പം എവിടേക്ക് ഈ പഞ്ഞി പോണേ? ഒരു റോള് പഞ്ഞി മുഴുവൻ അങ്ങടെ കീറി. അപ്പോഴെനിക്ക് മനസ്സിലായത്, ആകെ കൂടെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ പറ്റാവും 2 റോള് പഞ്ഞി. ഇനി ചിലർക്ക് ചക്കച്ചോള പോലത്തെ മൂക്കുള്ള ആൾക്കാർ, അവർക്ക് ഒരു 3 റോള് അനുവദിക്കാൻ പാർലമെന്റില് നിയമം പാസ്സാക്കിയാൽ നല്ലതാണ്. ഒരു 2 റോള് എന്നുള്ളത് ചക്കച്ചോള പോലത്തെ മൂക്കുള്ളവർ 3 റോള്. തമാശ പറഞ്ഞു. സത്യം 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 കൊണ്ടുപോകണം. പ്രിയമുള്ളവരെ, ഹൃദയം നിറയെ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിച്ചു. ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെന്നീശോയേ. ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെന്നീശോയേ. ഇവിടെ പാട്ട് പാടുന്ന ആൾക്കാർ പാട്ടൊക്കെ പാടുമ്പോ ഞാൻ ആലോചിക്കാൻ, ദൈവമേ, ആ പാട്ട് പാടുന്ന പോലെ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായേനെ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. സത്യമല്ലേ പ്രിയമുള്ള? ഒന്നുമില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം തന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ജീവിതം മാതാപിതാക്കളെ നിങ്ങൾ നയിക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിന്റെ കണക്ക് യേശു ക്രിസ്തു വരുമ്പോൾ ചോദിക്കില്ല. പഠിപ്പിച്ചോ, സ്വത്ത് കൊടുത്തോ, പറമ്പ് കൊടുത്തോ, വീട് വെച്ച് കൊടുത്തോ, ചോദിക്കില്ല. ചോദിക്കും, നിന്നെ ഒന്നിപ്പിച്ചപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത്? ദൈവം തരുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്താം. എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, ദൈവത്തിന് വേണ്ടി. അതിനാൽ സഹോദരങ്ങളെ, കുടുംബത്തിന്റെ ആനന്ദം നിങ്ങൾ വിചാരിച്ചാലേ ഉണ്ടാകും. കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. ക്ഷമിക്കണം, മനസ്സിലാക്കണം. അറിഞ്ഞാൽ പോരാ, ഭർത്താവിൻ്റെ സങ്കടം മനസ്സിലാക്കണം. ഭാര്യയുടെ മുഖത്തുണ്ടാകുന്ന സങ്കടം മനസ്സിലാക്കണം. മക്കൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കണം. അപ്പുറത്തിനും ഇപ്പുറത്തും വീട്ടുകാരുടെ കരച്ചിലും നിലവിളിയും വിഷമതകളും മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതുണ്ടാകും. കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോകും. ഈ ലോകത്തിൽ ആരും രക്ഷിക്കില്ല. ഡോക്ടർ പറയും, ഞാൻ കൈവിട്ടു. അതോടുകൂടെ ഈ രംഗത്തോടു കൂടെ
ഈ നാടകം ഇവിടെ സമാപിക്കും. അവസാനത്തെ സീനാകും. അപ്പോഴല്ല, യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ നീ ഓർക്കണം. പ്രായമായിട്ട് 72 വയസ്സിലല്ല, യൗവനകാലത്ത്, നിന്റെ നല്ല കാലത്ത്, സമ്പന്ന കാലത്ത്, നിന്റെ ജീവിതത്തിലെ ആരോഗ്യമുള്ളപ്പോൾ, അറിവുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ കർത്താവിനെ സ്നേഹിച്ചുവെന്ന് പറയത്തക്കൊരു ജീവിതം നയിച്ചാൽ കർത്താവ് നിന്നെ കൈവിടില്ല സഹോദരങ്ങളെ. അവൻ വലതു ഭാഗത്ത് കിടക്കുന്ന കള്ളനെ കൈ കൊടുത്തവനാ, എൻ്റെ കൂടെ നീയുണ്ട്. അതിനാൽ അഭിമാനത്തോടും ആത്മസംതൃപ്തിയോടും കൂടെ ഈ കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ കൂടെയുണ്ട് രക്ഷകനും നാഥനുമായ കർത്താവ്. എത്ര പേര് വിധവകളായിട്ട് ഈ പള്ളിയിൽ ഇരിപ്പുണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താക്കന്മാരെവിടെ? ഇനി വരുമോ? ഇല്ല. അവരോട് ചോദിച്ചു നോക്ക്. ഇന്ന് ഭർത്താക്കന്മാരുള്ളവർ മനസ്സിലാക്കൂ, അവരുടെ അവസ്ഥയിലേക്ക് നിങ്ങളും മാറാം. എത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പച്ചന്മാർ, അവരുടെ കൂടെ ഇന്ന് ഭാര്യമാരില്ല. ആരാണ് കൂടെയുണ്ടാകുക? കൂടെയുണ്ട്, കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. കൂടെയുണ്ട്, കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഞാൻ അവസാനിപ്പിക്കാം. അച്ഛൻ എന്നോട് അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഈ കടലാസ് കാണിച്ചിട്ട് പറഞ്ഞു, എത്ര സമയം വേണമെങ്കിൽ പ്രസംഗിക്കാന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് പോണട്ടോ അച്ഛാ. അല്ല, അച്ഛന് സമയമില്ല, സംസാരിച്ചോളാം. സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ ഈ കൂട്ടായ്മയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ കേൾക്കാനുള്ള ഭയങ്കര തീഷ്ണതയുള്ള മുഖങ്ങളാണ്. കേട്ടാൽ മാത്രം പോരാട്ടാ, അതുകൊണ്ട് അത് കേൾക്കുന്നവർ ആത്മവഞ്ചകരാകാതെ ജീവിക്കണം സഹോദരൻ. എനിക്ക് 62 വയസ്സായി. ഇനി എത്രയും കാലം കഴിഞ്ഞ് ഞാൻ ഈ ലോകത്തു നിന്ന് പോകും. ആരും എൻ്റെ കൂടെ വരില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച ആകുമ്പോൾ പള്ളിയിൽ ഞാൻ അനൗൺസ് ചെയ്യും, ഇന്ന് മരിക്കാൻ വേണ്ടി വേഗം പ്രാർത്ഥിക്കണം. കാരണം ക്രിസ്തു മരിച്ച ദിവസം മരിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ജനിച്ചത് വെള്ളിയാഴ്ചയാണ്, പട്ടം കിട്ടിയത് വെള്ളിയാഴ്ചയാണ്, മരിച്ചതും വെള്ളിയാഴ്ചയാവുമ്പോൾ എഴുതുമ്പോൾ എളുപ്പം എഴുതാം. ഏത്? വെള്ളിയാഴ്ച മരിച്ചു എന്ന് എഴുതാം. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ആരെയും നമ്പിയിട്ട് ജീവിക്കാതിരിക്കോ. ആരെയും നമ്പിയിട്ട് അവളുണ്ട് അവനുണ്ട്. എൻ്റെ ഇടവകയിലത്തെ പെൺകുട്ടി പോയില്ലേ, 2 കുട്ടികളെയും ഭർത്താവിനെ ഇട്ടിട്ട് ഒരു ചെറുക്കൻ്റെ കൂടെ അവൾ പോയി. ആ ചെറുക്കൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സഹോദരിയെ, ആ സഹോദരിയുടെ ഭർത്താവ് അയാള് ഇവളെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ കൂടെ വർഷങ്ങൾ കഴിഞ്ഞു. ആ സ്ത്രീക്ക് കിഡ്നിക്ക് അസുഖം വന്ന് അവൾ മരിച്ചു. 3-4 വർഷം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് ഈ സ്ത്രീയുടെ അടുക്കിലേക്ക്. ആ സഹോദരി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ജീവിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഞാൻ ചിന്തിക്കില്ല. അതൊക്കെ നിങ്ങളുടെ ജീവിതം, ദൈവത്തോടുള്ള കടപ്പാട്. എന്നോടല്ല നിങ്ങൾക്ക് കടപ്പാട്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കാം. അയാളുടെ കൂടെ ആ സ്ത്രീ എന്ന് ജീവിക്കുകയാണ്. ഇതാണ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. കാരണം നിങ്ങളെ വിധിക്കാൻ എനിക്ക് അധികാരമില്ല, നിങ്ങളെ വിധിക്കാൻ എനിക്ക് അധികാരമില്ല. നിങ്ങളുടെ സങ്കടങ്ങളിൽ ഞാനുണ്ടാവും കൂടെ. ഇന്ന് ആ മനുഷ്യൻ താൻ ഉപേക്ഷിച്ചു പോയ ആ സ്ത്രീയുടെ കൂടെ തിരിച്ചു വന്ന് മറ്റൊരു സ്ത്രീയുടെ കൂടെ ജീവിച്ച് കിഡ്നിക്ക് അസുഖം മരിച്ചപ്പോ തിരിച്ചു വന്ന് ജീവിക്കുക. ഇതാണ് ക്രിസ്തു നൽകുന്ന ചൈതന്യം. ഒരു നിമിഷം കണ്ടുപിടിക്കാം. കർത്താവായ ഈശോയെ, ഈ ലോകത്തിലെല്ലാ മനുഷ്യർക്കുമായി സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഉരപ്പിലെ കാഴ്ചയാണല്ലോ നീ. നിന്നെ എത്ര കേട്ടിട്ടും നിന്നെ എത്ര ധ്യാനിച്ചിട്ടും എന്തേ കർത്താവെ നീ എൻ്റെ ഉള്ളിൽ വന്ന് പിറക്കാത്ത? ഈ ലോകവും ഈ ലോകത്തിലെ ജീവിതം, ആരോഗ്യം, സുഖം, സമ്പത്ത് പരക്കം പായാണ് ഞാൻ. അതിനിടയിലാണ് ക്യാൻസർ, അതിനിടയിലാണ് കിഡ്നിക്ക് അസുഖം, അതിനിടയിലാണ് കുട്ടികളില്ല, അതിനിടയിലാണ് തണ്ടല് വേദന, അതിനിടയിലാണ് ഹാർട്ട് അറ്റാക്ക്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു. എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല. കർത്താവേ, എന്നും ജീവിക്കുന്നു നീ എൻ്റെ ഹൃദയത്തിൽ. നിന്റെ ആത്മാവിനാൽ എൻ്റെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ. മരിക്കുന്ന സമയത്ത്
എൻ്റെ ശരീരം വിട്ട് എൻ്റെ ആത്മാവ് പോകുന്നത് നിന്റെ പക്കലേക്കാണെന്നുള്ള ഉറച്ച ബോധ്യം. എൻ്റെ കൂടെ ജീവിച്ചവരെ ഒക്കെ ഞാൻ ഈ വീട്ടിലിടും. എൻ്റെ കൂടെ നിങ്ങൾ ആരും വരണ്ട. നിങ്ങളെ ഞാൻ സ്നേഹിച്ചു, അവസാനം വരെ നിങ്ങളെ ഞാൻ സ്നേഹിച്ചു. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പക്കലേക്ക് ഞാൻ പോകുന്നു. അങ്ങനെ പോകുന്നേ ഞാൻ എൻ ഗേഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ. എത്തുന്നേ ഞാൻ എന്നാതെൻ്റെ ചാര് പിറ്റേന്നൊപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനൻ എൻ ഗേഹം തേടി ദൈവത്തോട് ഉറങ്ങിട. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ